നമസ്കാരം. പേരാമ്പ്ര MLA മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ MLA എന്ന് പ്രത്യേകം എടുത്ത് പറയണം. അപ്പോഴാണ് ആ വിഷയം ഒന്നും കൂടി ഗൗരവമാവുകയുള്ളൂ. മുസ്ലിം ലീഗ് MLA ആണ് പേരാമ്പ്ര MLA. അതും മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ വനിതാ MLA. അതായത് ഇപ്പോൾ കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ട് 60-70 കൊല്ലം കഴിഞ്ഞു. ആ 70 കൊല്ലം കഴിയുമ്പോൾ ഇവിടുത്തെ മാറി മാറി ഭരിക്കുന്ന ഭരണത്തിൽ പ്രധാന ഘടകകക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണ്. അങ്ങനെയാണ് അവർ പറയുന്നത്. തുടക്കം മുതലേ മതേതര പാർട്ടിയാണ്. ആയിക്കോട്ടെ, നല്ല കാര്യം. ആ മതേതര പാർട്ടിയിൽ ആദ്യമായിട്ട് 70 കൊല്ലത്തിന് ശേഷം ആണ് ഒരു വനിത MLA ഉണ്ടാകുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ ആ മതേതര പാർട്ടിയുടെ സ്വഭാവം. ആ മതേതര പാർട്ടിയുടെ ആദ്യത്തെ വനിതാ MLA പേരാമ്പ്രയിൽ നിന്നാണ് ജയിച്ചിരിക്കുന്നത്. കുറച്ച് വിദ്യാഭ്യാസം ഒക്കെ നേടിയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു ആ മതത്തിൽ അല്ലെങ്കിൽ ആ മതേതര പാർട്ടിയിൽ എന്ന് നമ്മൾ അത്ഭുതപ്പെടേണ്ടതാണ്. മറ്റുള്ള അഫ്ഗാനിസ്ഥാനിലെയും മറ്റുള്ള കഥകളൊക്കെ ആലോചിക്കുമ്പോൾ, ഈ സ്ത്രീ സ്വാതന്ത്ര്യം വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. ഒരു MLA എങ്ങനെ അവരെ നിർത്തി എന്നുള്ളത് അത്ഭുതമാണ്. ജനങ്ങൾ വോട്ട് ചെയ്തു ജയിപ്പിച്ചു എന്നുള്ളത് വേറെ അത്ഭുതമാണ്. അതൊക്കെ സംഭവിച്ചു. എന്നാൽ മതേതര പാർട്ടി എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദു സ്ത്രീനെ ഈ മുസ്ലിം ലീഗ് പിടിച്ച് അവരുടെ ഒരു പ്രധാന സീറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ തോറ്റുപോയി. ബാക്കിയുള്ള എല്ലാ സീറ്റിലും ഈ മതേതര പാർട്ടി ജയിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാ സീറ്റിലും ജയിച്ചു. ആ ഹിന്ദു സ്ത്രീനെ മതേതര പാർട്ടി എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദു സ്ത്രീക്ക് അവിടെ സീറ്റ് കൊടുത്തു. അതിനെ അവർ തന്നെ തോൽപ്പിച്ചു. എന്നിട്ട് അവർ എന്തൊക്കെയോ പഠന റിപ്പോർട്ടും ഒക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. എന്താ ഉണ്ടായെന്ന് ഒന്നും പുറത്തു വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് തോറ്റെന്നുള്ളത്. സാധാരണ ഇവർ കൂട്ടം കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ മൊത്തം സീറ്റ് ജയിക്കാറ്. ഈ പ്രാവശ്യം ആ ഒരു സീറ്റ് മാത്രം തോറ്റു, ബാക്കി എല്ലാ സീറ്റിലും ജയിച്ചു. അതിൽ ഏറ്റവും അത്ഭുതകരം, അവരുടെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ വേറെ ഉണ്ടായിരുന്നു. അവരുടെ വനിതാ വിഭാഗ നേതാക്കൾ കുറച്ചും കൂടി സംസാരമൊക്കെ ഉണ്ടായിരുന്ന അവരേനൊക്കെ തഴഞ്ഞുകൊണ്ട് ഈ യുവ നേതാവായിട്ടുള്ള ഫാത്തിമ തഹ്ലിയാണ് പേരാമ്പ്രയിൽ നിന്ന് ജയിച്ചത്. കുറച്ച് വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പേരാമ്പ്രയിലെ ഒരു ഹോട്ടൽ ഉദ്ഘാടനത്തിന് അവരെ വിളിച്ചു. അതിന് ചെന്നു. സാധാരണ എല്ലാ സ്ഥലങ്ങളിലും അത് ഏത് പരിപാടിയായാലും ആൾമോസ്റ്റ് എല്ലാവരും ആ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഒരു നിലവിളക്ക് കത്തിക്കാറുണ്ട്. ഇത് ഹിന്ദു ആചാരമാണെന്ന് ഇവരെങ്ങനെ തീരുമാനിക്കണു എന്ന് ചോദിച്ചാൽ ഈ ഫാത്തിമ തഹ്ലിക്കും അറിയില്ല, ഹിന്ദുക്കൾക്കും അറിയില്ല. ഈ ഒരു സംഭവം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് ചരിത്ര രേഖകൾ തപ്പിയാൽ പോലും കിട്ടാത്തൊരു സംഭവമാണ്. അതായത് നിലവിളക്ക് ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഒരു തുടക്കം ചിലപ്പോൾ നിലവിളക്ക് കത്തിച്ച് പ്രാവ് പറത്താറുണ്ട്. പലപ്പോഴും നമ്മുടെ പഴയ മുഖ്യമന്ത്രി പറത്തുന്ന പ്രാവുകൾ മുകളിലേക്ക് പോകാതെ അവിടെ തന്നെ ചത്ത് വീണിട്ടുണ്ട്. നിലവിളക്ക് കത്തിക്കുമ്പോൾ അപ്പം തന്നെ അത് കെടാറുണ്ട്. ഇതൊക്കെ ചില ലക്ഷണങ്ങളാണ്. അതിലൊന്നും ചിലപ്പോൾ ഈ പറയുന്ന മൗലവിമാർക്കും മുല്ലാക്കന്മാർക്കും ഒന്നും വലിയ താല്പര്യം കാണില്ല. അവരുടെ വിശ്വാസം വേറെയാണല്ലോ. അവർ വിശ്വസിക്കുന്നതേ പാടൂ, വേറെ ഒന്നും പാടില്ല എന്നാണല്ലോ അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണല്ലോ ഇവിടെ നടപ്പാക്കാൻ പാടുള്ളൂ. അതൊന്നും ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. എന്തായാലും ഒരു മതേതര പാർട്ടിയുടെ ആദ്യത്തെ വനിതാ MLA ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെ ഒരു നിലവിളക്ക് കത്തിക്കുന്നു. ഈ മുസ്ലിം ലീഗിൻ്റെ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ നിലവിളക്ക് യോഗം തന്നെ പറയും. അവർ പല ചർച്ചകളും തന്നെ ഈ നിലവിളക്കുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഗൗരവം
കുറേ മുസ്ലിം ലീഗിലെ വിവരമുള്ള നേതാക്കന്മാർ ഈ നിലവിളക്കിന് ഒരു വിലയും കൊടുക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ നിലവിളക്ക് കത്തിച്ചപ്പോൾ ഇതിനെ എതിരെ സംസാരിച്ചിരിക്കുന്നത് സമസ്തയുടെ ജന്നത്തുൽ മുസറ കോഴിക്കോട് യോഗത്തിലാണ്. ഇതിനെ നിശ്ചിതമായിട്ട് ഈ MLA, ഈ വനിതാ MLA അവർ വിമർശിച്ചിട്ടുണ്ട്. അവരൊരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ആ കുറിപ്പിൽ പ്രത്യേകം പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്തതും ഇതര മതക്കാരുടെ അന്ധവിശ്വാസവുമായ, അവരെ തീരുമാനിക്കുന്നു ഇതര മതക്കാരുടെ അന്ധവിശ്വാസം, ആ ആചാരം ഇസ്ലാമുകൾ വർജിക്കണം. ഒരു കാരണവശാലും അവരുടെ ആ ആചാരത്തെ, അമുസ്ലിമുകൾ നടത്തുന്ന ആ ആചാരത്തെ ഒരു കാരണവശാലും മുസ്ലിങ്ങൾ വർജിക്കണം. അത് തുടരരുത്, ഒരു കാരണവശാലും നടത്തരുത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ മുഷാറ സംസ്ഥയുടെ സമ്മേളനത്തിൽ, കോഴിക്കോട് സമ്മേളനത്തിൽ. നോക്കൂ, ഇതിനു മുന്നേ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ. ആ വിദ്യാഭ്യാസ മന്ത്രി ഇതുപോലെ നിലവിളക്ക് കത്തിക്കാതെ, ഇപ്പോഴും ഏതോ ഒരു 2-3 ഫംഗ്ഷനിൽ വേറെ MLA മുസ്ലിം ലീഗിൻ്റെക്കും നമ്മൾ കണ്ടതാണ്, നിലവിളക്ക് കത്തിക്കുന്നില്ല, പേടിച്ചിട്ടാ. ഞാൻ ചോദിക്കുന്നത്, ഈ സമസ്ത പറഞ്ഞോട്ടെ, എന്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാവ് പാണക്കാട് തങ്ങൾ മുതൽ ഇവിടെ UDF-ൽ ഒന്നാമനുണ്ടല്ലോ, ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരെ എന്താ മുണ്ടാത്തത്? ഇതിനെതിരെ പ്രതികരിക്കൂ. നിങ്ങളൊരു മതേതര പാർട്ടിയല്ലേ? ആ മതേതര പാർട്ടി ഇതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഇവിടുത്തെ ജനങ്ങളോട് പറയണം. നിങ്ങൾ മൗനികളായിരിക്കരുത്. ഇവിടെ 26 പേരുടെ മുണ്ട് പൊക്കി നോക്കി വെടിവെച്ചു കൊന്നു മതം ഉറപ്പാക്കിയിട്ട്. അന്ന് ഇതേ ആൾക്കാരെ പേടിച്ചിട്ട് നിങ്ങളിൽ പലരും ഒരു ചെറിയ ദുഃഖം പോലും പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടില്ല ഈ മതേതര രാജ്യത്ത് എന്ന് നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെയാണ് ഇത്. പറയടോ, പറയാതെ പറ്റില്ല. ജോസഫ് മാഷിൻ്റെ കൈ വെട്ടി. നിങ്ങൾ എത്ര പേര് ആ വീട്ടിൽ പോയി അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ? നിങ്ങൾ പിത്തന ഉണ്ടാക്കിയ ആ മാനേജ്മെൻറ്റിനെ കൊണ്ട് ആ അധ്യാപകനെ അവിടുന്ന് പിരിച്ചു വിടുകയാണ് ചെയ്തത്. ജോലിയില്ലാതെ, വരുമാനമില്ലാതെ ആ കുടുംബം കിടന്ന് ശക്രശ്വാസം വലിച്ചു. കാരണം ആ സമുദായം തന്നെ അവരെ മാറ്റി നിർത്തി. വരുമാനമില്ല. ആ ജോസഫ് മാഷയുടെ സഹധർമ്മിണി മനസ്സ് പെടഞ്ഞ് ഹൃദയം പൊട്ടി മരിച്ചു. ഇവിടെ ആരുണ്ടായില്ല ആശ്വസിപ്പിക്കാൻ ചെല്ലാൻ. അത്രയും ക്രൂരതയാണ് നിങ്ങളുടെ നേതാക്കൾക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഈ മുണ്ട് പൊക്കി ഇത്രയും ആൾക്കാരെ ഭാര്യമാരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഭരിക്കുന്നത്. എന്താ ഈ ഭാര്യമാർക്ക് പ്രത്യേകത എനിക്ക് മനസ്സിലായില്ല. അവരെയൊക്കെ വെറുതെ വിട്ടു. നിങ്ങളിൽ ആരും ഓപ്പണായിട്ടൊരു പ്രതിഷേധമോ പ്രകടിപ്പിച്ചതായി തങ്ങന്മാരെന്ന് ഞാൻ കണ്ടില്ല. കാരണം നിങ്ങളുടെ മതേതരത്വം അത്രയ്ക്ക് കണ്ടിട്ടുണ്ട്. ആ മതേതരത്വം തന്നെയാണ് ഈ വിളിച്ചു പറയുന്നത്. നിങ്ങളുടെ കുറച്ച് വിദ്യാഭ്യാസം കിട്ടിയ ഒരു വനിത നിങ്ങളുടെ ആദ്യത്തെ MLA ആയപ്പോൾ അവർ ധൈര്യപൂർവ്വം ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ നിലവിളക്ക് കത്തിച്ചു. ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നു, എല്ലാവരും എഴുതി വെച്ചോളൂ, ഈ വനിതാ MLA ഇനി അടുത്ത ഇലക്ഷനിൽ ഇവിടെ കാണുകയില്ല. ഇപ്പോൾ രാജിവെച്ച് പറഞ്ഞാൽ മോശമാവില്ലേ? കാണാം, കാത്തിരുന്ന് കണ്ടോളൂ. ഈ വനിതയുടെ ഭാവി അടഞ്ഞുപോയി, ഒരു സംശയവും വേണ്ട. ഇതാണ് കേരളത്തിലെ UDF-ലെ മതേതര പാർട്ടിയുടെ ആ മതേതരത്വം.